മുഅ്മിനായിക്കൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ പരലോക ജീവിതം എന്ന വരാനിരിക്കുന്ന ജീവിതത്തെ ഉദ്ദേശിച്ച് ഒരു മനുഷ്യൻ അധ്വാനിച്ചാൽ ഫൗലായിക കാന സഅയുഹും മഷ്കൂറാ, അവനോട് അല്ലാഹു നന്ദിയുള്ളവനായിരിക്കും. സ്വർഗം നൽകുന്നതിന്റെ അർത്ഥം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തണം. ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആര് ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്യുന്നുണ്ടോ അയാൾ അത് അനുഭവിക്കേണ്ടി വരും. ആര് ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്യുന്നുണ്ടോ അവൻ അതിൻ്റെ ഖൈർ നേടുന്നതാണ്, ലഭിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എൻ്റെ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഖബറിൽ വെച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ കഴിയുമോ? ഞാൻ റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചവനാണോ? എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ തന്നെയാണോ എൻ്റെ അമലുകൾ മുന്നോട്ട് പോണത്? തോന്നിയതുപോലെയാണോ? ഭൂരിപക്ഷം കാണിക്കുന്ന പോലെയാണോ? ആരൊക്കെയോ ചെയ്തത് കണ്ടതായി അത് ചെയ്ത് നടക്കുകയാണോ? എല്ലാവരും അങ്ങനെ കാണിക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയാണോ? ഇസ്ലാം പറയാണ്, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിൽ പ്രവാചകന്റെ മാതൃക പിൻപറ്റി അവരുടേതാണ് സ്വീകരിക്കുക. നബി നോറ്റ നോമ്പായിരിക്കണം നമ്മൾ നോൽക്കേണ്ടത്. നബി കൽപ്പിച്ച അമലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നബി 23 കൊല്ലത്തിനുള്ളിൽ മതം പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്നത് സ്വീകരിച്ചവനാണ് പ്രതിഫലം കിട്ടുക. മൂന്നാമത്തേത് അദ്ദുആഉ ലിഖബൂലിഹി, ചെയ്ത കർമ്മങ്ങൾ പടച്ചോൻ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയുണ്ടാകണം. കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ദുആ പഠിപ്പിച്ചു തരാണ്. ഒരു അമല് ചെയ്താൽ അത് സ്വീകരിക്കണമെന്ന താല്പര്യം നമുക്കുണ്ടാവണം. അള്ളാഹുവിന്റെ ഖുർആൻ ഏറെ ഗൗരവത്തോടെ പറഞ്ഞ വാക്കാണ്. ഏത് സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്കാണ് സ്വർഗപ്രാപ്തി കിട്ടുക. വിശ്വാസം ശരിപ്പെടുത്തണം. ഈമാൻ കാര്യങ്ങളിൽ ബലവത്തായ യഖീനായ ഉറപ്പുണ്ടാവണം. അല്ലാഹുവിലും പരലോകത്തിലും നമുക്ക് ഈമാൻ ഉണ്ടാവണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. എത്ര ഹദീസാ പറഞ്ഞത്? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എത്ര ഹദീസ് ഉണ്ട് അങ്ങനെ? ആ വിശ്വാസം ഉറപ്പിക്കൽ അത്യാവശ്യമാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോക വിശ്വാസത്തിൽ യഖീനാകുന്ന ഉറപ്പുള്ള ആളുകളാവണം. സത്യവിശ്വാസികളാണോ മുഅ്മിനുകളാണോ ഈമാനുള്ളവരാണോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹ്, തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരായിരിക്കും. ഈ ലോകം താനെ ഉണ്ടാകില്ല, ഇതിനൊരു സൃഷ്ടാവുണ്ട്. ഇവിടെ ഒരു മുട്ടുസൂചി പോലും താനെ ഉണ്ടാവില്ല, ഇതിനൊരു ഏകനായ സൃഷ്ടാവുണ്ട്. ആകാശഭൂമി ലോകങ്ങളുടെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. അവനെ വിശ്വസിക്കും. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. സുമ്മ റസഖക്കും, പിന്നെ റിസ്ക് തന്നതും അവനാണ്. സുമ്മ യുമീതുക്കും, നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. സുമ്മ യുഹീക്കും, പിന്നെ ജീവിപ്പിക്കുന്നതും അവനാണ്. ഈ അല്ലാഹുവിനെ വിശ്വാസം ഉണ്ടാവണം. ഈ ദൈവവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നവനാ മുഅ്മിൻ. ആമനൂ ബില്ലാഹി വറസൂലിഹി, അവിടുത്തെ പ്രവാചകനിൽ അന്ത്യപ്രവാചകനിൽ ശരിയായ ഷഹാദത്തിന്റെ സാക്ഷ്യവാക്യങ്ങൾ അംഗീകരിച്ച് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് നാവുകൊണ്ട് പറയുന്ന പ്രവാചകനെ ശരിക്ക് വിശ്വസിക്കുന്നവരായി മാറണം. പിന്നെ പറയാണ് സുമ്മലം യർതാബൂ,
പിന്നെ സംശയിച്ചു നിൽക്കുന്നവരാകില്ല. അങ്ങനെ പരലോകമുണ്ടോ? അങ്ങനെ രണ്ടാമതൊക്കെ പിന്നെ ജീവിക്കോ? അതൊക്കെ സാധ്യമാണോ? അതൊക്കെ എങ്ങനെ നടക്കാനാണ്? ഈ സംശയം ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വരൂല. വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. എന്നിട്ട് ഈ വിശ്വാസത്തോടെ തന്നെ വിശ്വാസം മനസ്സിൽ വെച്ചാ പോരാ, കർമ്മങ്ങളായി പ്രതിധ്വനിക്കണം. അവന്റെ ജീവിതത്തിൽ അമലുകൾ പുറത്തു വരണം. അതിനെന്താ പണി? വജാഹദു, അവർ ധർമ്മസമരത്തിലാകും. ബി അംവാലിഹിം, സമ്പത്ത് കൊണ്ടും, വ അൻഫുസിഹിം, ശരീരം കൊണ്ടും, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ശരീരവും സമ്പത്തും ചെലവഴിക്കുന്നവരാണ്. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധവാന്മാർ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ശരിക്ക് ഈമാനികമായി ആദ്യം പരിശോധിക്കേണ്ടത്, എനിക്ക് റബ്ബുമായി എന്തൊരു വിശ്വാസമാണ് പറയാനുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ 41-ാമത്തെ അധ്യായം 33-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും എടുത്തൊന്ന് പരിശോധിക്കും. ഒരു പേജ് പോലും അള്ളാഹിനെ പറ്റി പറയാത്ത ഒരു പേജ് പോലും വിശുദ്ധ ഖുർആനിലില്ല. സൂറത്തുൽ മുജാദല ഖുർആനിലെ എല്ലാ ആയത്തുകളിലും അള്ളാഹു എന്ന് പരാമർശിക്കപ്പെട്ട അധ്യായമാണ്. എല്ലാ പേജുകളിലും അത് വന്നിട്ടുണ്ട്. എന്താണ് അള്ളാഹിനെ ഇത്ര പറയാനുള്ളത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അള്ളാഹിനെ വിശ്വസിക്കണം, അള്ളാഹിനെ അംഗീകരിക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കണം, അള്ളാഹുവിലേക്ക് ദുആകൾ അർപ്പിക്കണം, അള്ളാഹുവിനെ മാത്രമായി കൊണ്ട് ആരാധനകളുടെ എല്ലാം കൊടുക്കണമെന്ന് പറയുന്ന അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല പ്രവർത്തനം ചെയ്യുന്നവൻ ആരുണ്ട്? ആരുമില്ല. ആ പണിയാണ് തസ്ബീഹകൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെ പരിചയപ്പെടുത്തുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. വഅമില സ്വാലിഹ, അതിനനുസരിച്ച് കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനേക്കാൾ നല്ലവനാരുണ്ട്? വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഈ കാലഘട്ടത്തിലും എന്തൊക്കെ എതിരഭിപ്രായങ്ങളും എന്തൊക്കെ ആക്ഷേപങ്ങളും ഇസ്ലാമോ ഫോബിയയും കൊണ്ടുവന്നാലും ഞങ്ങളൊക്കെ ഇസ്ലാമിലുള്ളവരാണ്, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണെന്ന് ആത്മധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നവനേക്കാൾ നല്ലവനാരാ ഉള്ളത്? ഈ ആയത്ത് വിശദീകരിച്ചപ്പോ മഹാനായ ഇമാം ഷൗക്കാനി റഹിമഹുല്ല പറയുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ അതിൻ്റെ മാർഗത്തേക്കാൾ സുവ്യക്തമായ ഒരു മാർഗമുള്ളവനും കർമ്മത്തിന് അധികമായി പ്രതിഫലമുള്ള വേറെ ഒരാളും ഉണ്ടാകില്ല. അത്രക്ക് വലിയ നല്ല കാര്യമാണ്. ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി സയ്യിദുത് താബിഈൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 300ഓളം സ്വഹാബിമാരെ കണ്ട് ദീന് പഠിപ്പിച്ച ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയ വിശ്വാസിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. അതുകൊണ്ട് വിശ്വാസിയായി സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നയാൾ അയാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി മാറുകയാണ്, അള്ളാഹുവിന്റെ ഹബീബായി മാറുകയാണ്, അള്ളാഹുവിന്റെ വലിയായി മാറുകയാണ്. ഒരു മനുഷ്യൻ നിന്റെ പ്രവർത്തനത്താൽ, നിന്റെ സംസാരത്താൽ, നിന്റെ പ്രഭാഷണത്താൽ, നിന്റെ നോട്ടീസ് കൊടുക്കലാൽ, നീ അയച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യമാർഗം സ്വീകരിച്ചാൽ, വല്ലാഹി ലഅൻ യുഹദാ ബിഹുദാക റജുലുൻ വാഹിദുൻ ഖൈറുൽ ലക മിൻ ഹുമരിൻ നഅമി, ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ് അള്ളാഹുവിന്റെ സന്മാർഗത്തിലേക്ക് നീ ഒരാളെ ക്ഷണിച്ചിട്ട് ആ മനുഷ്യൻ സന്മാർഗം സ്വീകരിക്കുന്ന കാര്യത്തിൽ വമ്പിച്ച പ്രതിഫലം പറഞ്ഞു. മൻദല്ല അലാ ഖൈർ, ആർക്കെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ, പറഞ്ഞു കൊടുത്താൽ, ഫലഹു അജ്റും മിസ്ലു അജ്രി ഫാഇലിഹി, അത് ചെയ്യുന്നവന്റെ അതേ പ്രതിഫലം അത് പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് ലഭിക്കും. അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട കാലഘട്ടമാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത, പഠിക്കാത്ത ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവർ തെറ്റായ പല രൂപത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് ചെന്നു പോവുകയാണ്.
ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കാണ്, നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നേരിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അള്ളാഹു ഒരുപാട് ദൂരെയല്ലേ, പിന്നെ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, നമുക്കൊക്കെ നേരിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ പറയാറുണ്ട്. അതൊന്നും നമുക്ക് പാടില്ല. നമ്മൾ ഇന്നയാളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നയാളോട് ഇസ്തിഗാസ ചോദിച്ചിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് പോകാതെ ഏതെങ്കിലും വലിയുമാരെ ഏതെങ്കിലും നബിയുമാരെ ഇടവെച്ച് കൊണ്ടുവേണം ചോദിക്കാൻ. നമ്മൾ നേരിട്ട് പറയാൻ പാടില്ല എന്നാ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ദാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. വേറെ ആളോടല്ല, ഇടയിൽ വേറെ ആരുമില്ല. നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യ്, എങ്കിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാ നബിയെ എന്താ പറയേണ്ടത്? നേരിട്ട് പ്രാർത്ഥിക്കരുത് എന്നാണോ? അല്ല, ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇനി ശരി, നമ്മൾ ഒരുപാട് പാപം ചെയ്തവരാണ്. പാപം ചെയ്താൽ ഒരിക്കലും അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂഹ് എന്ന് പറയുന്ന അധ്യായമുണ്ട്. ആ സൂറത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഖൗമിന്റെ അടുത്ത് ചെല്ലുകയാണ്. രാത്രിയും പകലും പോയി ക്ഷണിക്കുകയാണ്. നമുക്കൊക്കെ 2 ദിവസം ക്ഷണിക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവൂലേ? കുറെ വഅദ് വെക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവൂലേ? 10 കൊല്ലത്തോളമായി നമ്മുടെ ഈ പുല്ലൂക്കരയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ശബ്ദങ്ങൾ മുഴക്കാൻ നമുക്ക് പറ്റിയോ? ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അള്ളാന്റെ ദീന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ഒരു താല്പര്യമുണ്ടായോ? എന്തെല്ലാം നാട്ടിൽ നടന്നു, സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു അമാന്തവും അലസതയും കാണിക്കേണ്ടതില്ല. അള്ളാന്റെ കോടതിയിൽ നമുക്ക് തന്ന സകല അനുഗ്രഹങ്ങളും ചോദിക്കും. നമുക്ക് പള്ളിയുണ്ടോ? നമുക്ക് പ്രസ്ഥാനമുണ്ടോ? നേതാക്കന്മാരുണ്ടോ? സമ്പത്തുണ്ടോ? എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, രാവും പകലും അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാണ്. മടുപ്പില്ല. രാത്രി പോകും, പകല് പോകും, രഹസ്യമായി വിളിക്കും, പരസ്യമായി വിളിക്കും. അവർ വദ്ദിനെയും സുവാഇനെയും യഗൂത്ത് യഊഖ് നസ്റിനെയും ഒക്കെ ആരാധിച്ചിരുന്ന കാലം. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറയാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊന്ന് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അവിടെ നൂഹ് നബി ജീവിച്ചിരിപ്പുണ്ട്. നൂഹ് നബിന്റെ അക്ക് ജാഹ് ബർക്കത്തോണ്ട് ചോദിച്ചില്ല, ഇലാ ഹളറത്തി ആദം നബി എന്ന് പറഞ്ഞില്ല. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, ആകാശത്തുനിന്ന് മഴവെള്ളം തരും, നിങ്ങൾക്ക് സന്താനങ്ങളെ അള്ളാഹു തആല നൽകും. അവസാനം ചോദിക്കുക, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾ എന്താണ് അള്ളാഹ്ക്കൊരു ഗാംഭീര്യം കാണാത്തത്? നിങ്ങൾ നാട്ടിൽ എന്താ MLA കാണുന്ന മാതിരിയാ വിചാരിച്ച്? നിങ്ങൾ നാട്ടിലത്തെ ആരെങ്കിലും കാണാൻ പോണ മാതിരിയാണോ വിചാരിച്ച്? അള്ളാഹുവിനെന്താ നിങ്ങളൊരു ഗൗരവം കാണാത്തത്? എന്താ നിങ്ങൾ അള്ളാഹനെ ഒന്ന് പേടിക്കാത്തത്? അടിമക്ക് അല്ല പോരെ? അല്ല മതിയായവനല്ലേ, എല്ലാത്തിനും കഴിവുള്ള. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. 35 ആയത്തുകളിലാണ് അല്ല പറഞ്ഞത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൂടെ? എല്ലാ അമ്പിയാക്കന്മാരും ക്ഷണിക്കുന്നത് എവിടേക്കാണ്? മഖാമിലേക്കാണോ? ദർഗകളിലേക്കാണോ? ആരുടെയെങ്കിലും ഏതെങ്കിലും പൊടി വെക്കാനാണോ? വേറെ എന്തെങ്കിലും കെട്ടിത്തൂക്കാനാണോ? എന്തിലേക്കാണ് അമ്പിയാക്കന്മാർ ക്ഷണിക്കുന്നത്? 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ നാട്ടിൽ വന്നു.
ഈ നാട്ടിലെ ജനങ്ങളോട് ആ പ്രവാചകന്മാർക്ക് എന്താ പറയാണ്ടായിരുന്നത്? വായിച്ചു നോക്ക് നിങ്ങൾ. വിശുദ്ധ ഖുർആൻ പറയാണ്, യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരാരാധ്യനില്ല. ആ നാട്ടിലൊക്കെ വേറെ വേറെ ആരാധ്യന്മാരുണ്ടായിരുന്നു അവർക്ക്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വായിച്ചില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം നോക്കിയേ. സ്വന്തം വാപ്പ, നാട്ടുകാര് ഇറാഖിലെ ബാബിലോണിൽ ജീവിച്ചിരുന്ന ആ നഗരി വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ, വിറ്റ് ആരാധിച്ച് ജീവിക്കുന്ന ഖൗമായിരുന്നു. അവരോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതാ ചോദിച്ചത്, നിങ്ങൾ ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? അതുകൊണ്ടാണ് നബിമാരൊക്കെ അതാത് നാട്ടിൽ ഈ വിഷയം ഇടക്കിടക്ക് ഗൗരവത്തോടെ എടുത്തു പറയുന്നത്. എല്ലാ നാട്ടിലും പ്രവാചകന്മാർക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള കാരണവും ഇത് തന്നെയായിരുന്നു. ഫിറഔനിന്റെ മുമ്പിലേക്ക് കയറി ചെന്നുകൊണ്ട് എന്റെ റബ്ബാരാന്ന് പരിചയപ്പെടുത്തി കൊടുത്ത മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച റബ്ബാണ്, എനിക്ക് മാർഗം കാണിച്ചു തന്ന റബ്ബാണ്. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീ, എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശിഫ നൽകുന്ന റബ്ബാണ്. അപ്പോഴാ കൊട്ടാരത്ത് നിന്ന് നേതാവ്, അവരുടെ രാജാവ് വിളിച്ചു പറഞ്ഞത്, അതൊന്നും ദൈവമല്ല, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഇങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരും കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പിയാക്കന്മാരെല്ലാവരും ആദ്യമായും പ്രധാനമായും അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ നാട്ടിലത്തെ ഏതൊരു സാധാരണക്കാരും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകണില്ല, സിമ്പിളായിട്ട് പറയാ. എല്ലാ നബിമാരും അവിടുത്തെ ഖൗമിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ശ്രേഷ്ഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവസാനത്തെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ഏറ്റെടുക്കുക മക്കയിൽ വഹി വരാൻ തുടങ്ങിയ കാലഘട്ടമാണ്. ജനങ്ങളോട് പോയി പറയാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഅൻദിർ അശീറതകൽ അഖറബീൻ, തന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളോട് കുടുംബങ്ങൾക്ക് താക്കീത് കൊടുക്കണം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. ഈ ആയത്തൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ജനങ്ങളോട് പ്രഖ്യാപിക്കണം, റബ്ബിനെ പറ്റി പറയണം, കുടുംബക്കാർക്ക് താക്കീത് കൊടുക്കണം. അവിടുന്നാണ് എതിർപ്പുകൾ തുടങ്ങിയത്, അവിടുന്നാണ് നാട്ടിൽ ബഹിഷ്കരണങ്ങൾ തുടങ്ങിയത്. അവിടം മുതലാണ് ജനങ്ങൾ നബിനെ പറ്റി പറയാൻ തുടങ്ങി. നമ്മളെപ്പറ്റി ജനങ്ങളൊക്കെ പറയുന്നു പുത്തൻവാദികളാണ്, നബില്ലാത്തവരാണ്, സ്വലാത്തില്ലാത്തവരാണ്, ഖബർ സിയാറത്തില്ലാത്തവരാണ്, നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന ഇല്ലാത്തവരാണ്, മരിച്ചാൽ അത് അതുപോലെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കള്ളൻ മോഷ്ടിച്ചു പോകുന്നത് പോലെ മിണ്ടാതെയാണ് ഇവർ മയ്യത്ത് കൊണ്ടുപോകണത്, ഇവർക്ക് പ്രാർത്ഥന ഇല്ല, ദിക്റില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകൻ ഈ ഇസ്ലാമിന്റെ ആദർശം അങ്ങ് പ്രഖ്യാപിച്ചപ്പോ പിന്നെ അവർ വിളിച്ച പേര് വേറെയായിരുന്നു. ഷാഇർ, ഇയാളൊരു കവിയാണെന്ന് ഒരു പറയാൻ തുടങ്ങി. സാഹിരിൻ, ഒരു മായാജാലക്കാരനാണെന്ന് പറയാൻ തുടങ്ങി. ബിമജ്നൂൻ, ഒരു ഭ്രാന്തനാണെന്ന് വരെ അവർ വാദിക്കാൻ തുടങ്ങി. ഭ്രാന്തനാണെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദർശം പറയാൻ തുടങ്ങിയപ്പോൾ ആ നാട്ടിലത്തെ ഖുറൈശികളുടെ, കുഫാറുകളുടെ, മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാര് അവര് പറഞ്ഞുണ്ടാക്കിയ വാക്കാണ്. നമുക്ക് ദീന് പറയാം, സത്യം പറയാം, പ്രമാണം പറയാം, വിശുദ്ധ ഖുർആൻ പറയാം, ഹദീസ് പറയാം. ജനങ്ങൾ നമ്മളെ എന്ത് പേരിട്ട് വിളിച്ചാലും തീവ്രവാദി എന്ന് വിളിക്കുന്നവരുണ്ട്, ഭീകരവാദികളാണെന്ന് വിളിക്കുന്നവരുണ്ട്, ഒരുപാട് ആക്ഷേപങ്ങൾ ചൊരിയുന്ന ആളുകളുണ്ട്. ഈ സത്യം വിളിച്ചു പറഞ്ഞവർക്കെല്ലാം ഇതുപോലെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ യഖാഫൂന ലൗമത ലായിമിൻ, ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടരുത്, പേടിക്കണ്ട. പടച്ചോനെ പേടിക്കുക, അള്ളാഹനല്ലാതെ ആരും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. സത്യസന്ധമായ നമുക്ക് പ്രമാണം പറയാം. അള്ളാഹുവിന്റെ ഖുർആനിൽ എത്ര സ്ഥലത്താണ് വിശദീകരിച്ച് പറയുന്നത്, മനുഷ്യ നിന്റെ ആരാധന മുഴുവൻ അള്ളാഹ്ക്ക് കൊടുക്ക്.
അതിനാണ് നമ്മൾ വന്നത്. നമ്മൾ കച്ചവടക്കാരനാകാൻ വന്നതല്ല, നമ്മൾ കല്യാണം കഴിക്കാൻ വന്നവരല്ല, നമ്മൾ ബിസിനസ്സുകാരനാകാൻ വന്നതല്ല. നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത്, ഇതൊക്കെ ഇതിന്റെ മറ്റൊരു വശമാണ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ നടക്കും. നമ്മൾ വന്നതെന്തിനാണ്? നമ്മളെ പടച്ചതെന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെ, ജിന്ന് വർഗത്തെ അള്ളാഹ് സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനല്ലാതെ അല്ല. ഇത് പറയണ്ടേ? പറഞ്ഞു കൊടുക്കണം. സൂറത്തുൽ ബയ്യിന, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിഷ്കളങ്കമായി, ഇഖ്ലാസോടെ, ആത്മാർത്ഥമായി അള്ളാഹനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. ലോകത്ത് വന്ന വിവിധങ്ങളായ വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥങ്ങളുടെ മൊത്തം സാരാംശമാണ് ഖുർആനിലുള്ളത്. ആ ഖുർആനിന്റെ രത്നച്ചുരുക്കമാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ രത്നച്ചുരുക്കമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇതൊരു വല്ലാത്ത പ്രഖ്യാപനമാണ്. 17 തവണ നമ്മളെ കൊണ്ടത് വാക്ക് പറയിപ്പിക്കുന്നത് എന്തിനാ? നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അർത്ഥം നമുക്ക് ആർക്കും പഠിക്കാലോ. എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം അല്ലാഹ്ക്ക് മാത്രം. ഇത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. ഇതാണ് ലോകത്തോട് എല്ലാ കാലഘട്ടങ്ങളിലും അമ്പിയാക്കന്മാർക്ക് പറയാനുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖൗമിനോട് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ എല്ലാ ഇബാദത്തും പടച്ച റബ്ബിന് മാത്രം കൊടുക്കാനുള്ളതാണ്. അതൊരിക്കലും മറ്റൊരാളിലേക്ക് അത് പോകാൻ പാടില്ല. ലാത്തയും ഉസ്സയും മനാത്തയും മക്കയിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തയാൾ തന്നെയാണ്, സ്വാലിഹീങ്ങൾ തന്നെയാണ്. പക്ഷേ അവരാരാധിക്കാൻ വകുപ്പില്ല. നല്ലവരായ മനുഷ്യന്മാരായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. അവരെ ആരാധിക്കാൻ പാടില്ല. എത്ര ലളിതമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് വിമർശനങ്ങൾ വന്നത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ശക്തമായി എല്ലാ അമ്പിയാക്കന്മാരും പഠിപ്പിച്ചു കഴിഞ്ഞു. എവിടെയാ? അമ്പിയാക്കന്മാരുടെ ജീവിത ചരിത്രത്തിൽ അവരനുഭവിച്ച വിവിധങ്ങളായ വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ. നമ്മുടെ നാട്ടില് ആളുകൾ മഖാമുകളിൽ, ദർഗകളിലേക്ക് പോകുമ്പോൾ എപ്പോഴാ? രോഗം വരുമ്പോ, കടങ്ങൾ കൊണ്ട് ഞെരുക്കുമ്പോ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോ. എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ നബിമാരെന്താ ചെയ്തത്? അവിടേക്കാണ് നമ്മൾ നോക്കുക. നമ്മുടെ മാതൃകയാരാണ്? فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ഇവരൊക്കെ ചെയ്തതാണ് മാതൃക. അനുഗ്രഹീതരാണ് അവര്. അള്ളാഹുവിന്റെ വലിയ തൃപ്തി നേടിയെടുത്തവരാണ് അവര്. അവരുടെ മാർഗമാണ് പരിശോധിക്കുക. അമ്പിയാക്കന്മാരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോ അവരൊക്കെ ആരോടാ പ്രാർത്ഥിച്ചത്? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കുടുങ്ങാണ്. രാത്രിയുള്ള സമയത്താണ്, ഇരുട്ടിന്റെ ഉള്ളിലാണ്. ആ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് വല്ലാത്തൊരു ദുരിതത്തിൽ പെട്ടുകിടക്കുമ്പോ യൂനുസ് നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിനോട് ഇസ്തിഗാസ ചോദിച്ചില്ല. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ഹക്ക് ജാഹ് ബർക്കത്തിലേക്ക് നീട്ടിയില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പഠിക്കാത്തൊരു പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. പ്രയാസങ്ങളിൽ ദുരിതം മാറാനുള്ള പ്രാർത്ഥന. ആർക്കല്ലാത്ത ഇവിടെ? സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ലോകത്ത് വന്ന അമ്പിയാക്കന്മാരെല്ലാം അവരുടെ പ്രബോധന മേഖലയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.
മക്കളില്ലാതെ വിഷമിക്കുക. ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണ് ദാമ്പത്യ ജീവിതത്തിൽ. ഒരു കുഞ്ഞിക്കാലി കാണാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. പ്രയാസപ്പെടുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ദമ്പതികൾക്ക് അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെയും ജീവിതത്തിൽ അവർക്ക് ഈ പ്രയാസം വന്നു. ഈ വിഷമങ്ങളെല്ലാം സഹിക്കുന്ന സമയത്ത് ആ അമ്പിയാക്കന്മാർ എന്താ ചെയ്തത്? ഏത് മക്കാമാണ് തേടിപ്പോയത്? ആരുടെ വെള്ളമാ കുടിച്ചത്? എന്തൊക്കെയായിരുന്നു അവർ? ഏലസ് കെട്ടുകയായിരുന്നോ? ചരട് കെട്ടുകയായിരുന്നോ? എവിടെയെങ്കിലും കൊണ്ടുപോയി തൊട്ടിൽ കെട്ടുന്ന ചര്യ അവർക്ക് പരിചയമുണ്ടായിരുന്നോ? അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. പടച്ചവനിലേക്ക് അവരുടെ ആവശ്യങ്ങൾ നിരത്തി പറയുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, റബ്ബേ, എൻ്റെ എല്ലുകൾ ക്ഷയിച്ച അവസ്ഥയിലാണ്, ജരാനരകൾ ബാധിച്ച് നിരബാധിച്ചിരിക്കുന്ന എൻ്റെ ശാരീരികമായ അവശതയിലാണ്. പക്ഷേ നിന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനല്ല. ഒരു മടിയുമില്ലാതെ നിന്നോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്ന് ആലോചിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിവിധങ്ങളായ പരീക്ഷണങ്ങളെ അതിജീവിക്കാനാണ് തെറ്റായ വഴികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗപരീക്ഷണത്തിൽ നീണ്ട 18 കൊല്ലക്കാലത്തോളം ഒരു വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ആരോടാണിത് പറയേണ്ടത്? ഈ രോഗം മാറ്റാൻ കഴിവുള്ളത് ഏത് കേന്ദ്രത്തിനാണ്? റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അന്നീ മസ്സനിയല്ലുർ, എനിക്ക് വല്ലാത്ത വിപത്ത് ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റാഹിമീൻ, റഹിമായ അർഹമുർ റാഹിമീനായ അല്ലാഹുവേ നിന്നോടാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കളെ കാണാതെ വിഷമിച്ച ചരിത്രം ഖുർആനിലുണ്ട്. സൂറത്ത് യൂസുഫിലൂടെ പഠിപ്പിക്കുന്നതുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ പോയ നീണ്ട 30 കൊല്ലത്തെ അനുഭവം, കണ്ണുകളുടെ നിറം മാറിയ, അത്രയേറെ മാനസികമായി തളർന്നു പോയ ഒരു നബി ആ ജീവിതത്തിന്റെ ആ കൊല്ലങ്ങളിൽ ആരോടാണ്, എവിടേക്കാണ് സങ്കടങ്ങൾ നീട്ടിയത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് പാഠമാണ്. ഇന്നമാഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ ആവലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ അല്ലാഹുവിലേക്ക് ഞാൻ നീട്ടുകയാണ്. എല്ലാ നബിമാർക്കും പഠിപ്പിക്കാനുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ട നമ്മുടെ നേതാവ്, ജീവിതത്തിന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രാർത്ഥനകളും പഠിപ്പിച്ചു തന്നപ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു വല്ലാത്തവരോട് പറയാൻ നമുക്ക് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? കാണാനില്ല. അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എന്നല്ലാതെ കാണാനില്ല. പ്രവാചകൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എല്ലാ ഹസനത്തും ചോദിക്കുകയാണ്. രണ്ടാമത് പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ഈ പ്രാർത്ഥനയെല്ലാം റബ്ബിനോടാ. പള്ളിയിലേക്ക് കയറുമ്പോഴും അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, രോഗിന്റെ അടുത്ത് ചെന്നാലും അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി എന്ന പ്രാർത്ഥനയാണ്. ഏതേത് ദുആകൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാം അല്ലാഹുവിനോടാണ്. ഇനി എന്താ വിശ്വാസി പഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ നബിനോട് പറയാണ്, നബിയെ ഉറക്കെ പ്രഖ്യാപിക്കണം, ഖുൽ ഇന്നമാ ദുആ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരാളോടും ആ വിഷയത്തിൽ പങ്കു ചേർക്കൂല. അള്ളാഹിനോടും പറയും, അതിരിങ്ങളേന്നും വിളിക്കും, അള്ളാഹുവേന്നും വിളിക്കും, അമ്പുറം തങ്ങളേന്ന് പറയും. പതൊക്കെ വിട്ട് ഇപ്പൊ CM മടവൂരിലേക്കാണ്. മടവൂരാണ് ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്നത്. മടവൂരാണ് പടച്ചോന്. മടവൂരാണ് കുട്ടികളെ കൊടുക്കുന്നത്. എല്ലാ നിഅമത്തും മടവൂരാണ് തരുന്നത്. നമുക്ക് ദുനിയാവും ആഖിറവും തരുന്നത് ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന CM മടവൂരാണ്. ഇതൊക്കെ മലയാളത്തിൽ സംസാരിച്ചും പ്രസംഗിച്ചും എഴുതിയും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇല്ല, ഒരു സൃഷ്ടിക്കും അതിന് സാധ്യമല്ല. ഒരു പുൽനാമ്പ് മുളപ്പിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല.
ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും ദുർബലനായ അവസ്ഥയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാം, നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ച ഔലിയാക്കന്മാരിൽ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ചരിത്രത്തിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതിക്കൊണ്ടിരിക്കുന്ന ആ വലിയമാരുടെ ചരിത്രമുണ്ടല്ലോ. 309 കൊല്ലക്കാലം ഗുഹന്റെ ഉള്ളിൽ കിടത്തി ഉറക്കി. ഔലിയാക്കന്മാരുടെ മഹത്വ. ഒരു പോറലേൽക്കാതെ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെന്തായിരുന്നു ഗുഹക്കുള്ളിൽ കുടുങ്ങിയപ്പോ എന്താ ഔലിയാക്കന്മാര് പ്രാർത്ഥിച്ചത്? ഏതെങ്കിലും മഹാമാരെ പേരായിരുന്നോ? ഏതെങ്കിലും സാലിഹീങ്ങളെ പേര് വിളിച്ചായിരുന്നോ? അല്ല. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ബദരീങ്ങള് അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ദണ്ണം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, റമദാനൊക്കെ വരുമ്പോൾ റമദാന്റെ 17 പകലുകളിലൊക്കെ നമ്മൾ പല നാട്ടിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ബദരീങ്ങളെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാ. എന്നാൽ ആ ബദരീങ്ങൾ അന്ന് ആ പകൽ സമയത്തെ യുദ്ധത്തിന്റെ പോരാട്ട ഭൂമിയിലും തൊട്ടു തലേ ദിവസം രാത്രിയിലും സുജൂദിൽ കിടന്നുമൊക്കെ അവർ പ്രാർത്ഥിച്ചതാരോടാ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചോദിച്ച് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോ നിങ്ങളെ ബദറിൽ അല്ലാഹ് സഹായിച്ചിട്ടുണ്ട്. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരക്കണക്കിന് മലായികത്തുകളെ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ എവിടെ വെച്ചാലും ബീവിമാരുടെ നേതാവായ മറിയം ബീവി സൂറത്ത് മറിയം വായിച്ചു നോക്ക്. റബ്ബി റബ്ബി എന്നുള്ള പ്രാർത്ഥനകളല്ലാതെ സക്കരിയാ നബി എന്ന പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടായിട്ട് പോലും റബ്ബേ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ജീവിതത്തിലെല്ലാം കൊടുത്തത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അല്ലാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാന്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. സഹോദരങ്ങളെ, നമ്മൾ വിഷയം പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമസ്കാരം കഴിഞ്ഞ് നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അത് പൂർണ്ണമായും കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ സന്നദ്ധരാവണം. ഇൻഷാ അല്ലാഹ് സുന്നത്ത് നമസ്കാരം നമുക്ക് വീട്ടിൽ പോയിട്ടും നമസ്കരിക്കാവുന്നതാണ്. നമസ്കാരം ഫർള് ജമാഅത്ത് കഴിഞ്ഞ ഉടനെ സദസ്സിലേക്ക് വന്നിരിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇതുവരെ സംസാരിച്ചത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത് മഹത്തരമായ കാര്യമാണ്. അമ്പിയാക്കന്മാർ അവരുടെ ആദർശത്തിൻ്റെ പ്രബോധന രംഗത്തുണ്ടായ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിൽ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബദരീങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബദറിൽ പങ്കെടുത്തവരും ബദറിൽ മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചരിത്രമൊക്കെ വായിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. ഖുർആനിലടക്കം അവരെ പറ്റി പ്രശംസിച്ചു പറയുകയുണ്ടായി. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുകയുണ്ടായി. മറിയം ബീവിയുടെ പ്രാർത്ഥനകൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, പ്രിയപ്പെട്ട നമ്മൾ വിശേഷിപ്പിച്ച അനുഗ്രഹീതരായ ആളുകൾ, അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. 2, അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയോട്, വ്യക്തിയോട്, ഒരു കേന്ദ്രത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കേട്ട് നമുക്കൊരു ഉത്തരം നൽകി തരാൻ അവരെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹ് ചോദിക്കുകയാണ്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാനെ കൂടാതെ മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരാ ഉള്ളത്? അവൻ പിഴച്ചവനാണ്. ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത, അവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരായിട്ടുള്ളവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവരാരാ ഉള്ളത്? എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരോട് വിളിച്ചു പ്രാർത്ഥിച്ചാലും അള്ളാഹു അല്ലാത്തവരൊക്കെ സൃഷ്ടികളാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൽ അംസാലുക്കും.
അള്ളാഹുവിനെ പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവരൊക്കെ നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. ഉറങ്ങുന്നവരാ, മയങ്ങുന്നവരാ, മരിക്കുന്നവരാ, ക്ഷീണമുള്ളവരാണ്. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കല്ലേ. പിന്നെ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത അള്ളാഹുവിനോട് എന്നെന്നും ജീവിച്ചിരിക്കുന്ന സർവനിയന്താവായ റബ്ബല്ലാതെ ഒരു ഇലാഹില്ല. സകല ദുആകളും അള്ളാഹുവിലേക്ക് മടക്കാൻ കഴിയണം. ഇനി ഞാൻ അങ്ങനെ അള്ളാഹു വല്ലാത്തവരെ വിളിച്ചാരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, തവസ്സുലും ഇസ്തിഗാസയും പല പേരുകൾ ഇട്ടുകൊണ്ട് അള്ളാഹു വല്ലാത്തവരോട് ദുആകൾ കടന്നു പോയാൽ എന്താ സംഭവിക്കുക? ശിർക്ക് സംഭവിക്കും. ശിർക്ക് ചെയ്താലോ അത് മഹാപരാധമാ. ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും ശിർക്ക് എന്നത് വമ്പിച്ച അപരാധമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം, അവനിൽ ഒരിക്കലും ശിർക്ക് വെക്കരുത്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അല്ലാഹ് കാണുന്ന പോലെ കാണും, അല്ലാഹ് കേൾക്കുന്ന പോലെ കേൾക്കും, അല്ലാഹ് നിയന്ത്രിക്കുന്ന പോലെ ലോകം ഇന്നാള് നിയന്ത്രിക്കും, അല്ലാഹ് പടച്ചതുപോലെ ഇന്നാള് പടക്കും, അല്ലാഹ് കുട്ടികളെ കൊടുക്കുന്ന പോലെ ഇന്നയാള് കുട്ടികളെ കൊടുക്കും, അല്ലാഹ് രോഗം മാറ്റുന്ന പോലെ ഇന്ന സ്ഥലത്ത് പോയാൽ ആ രോഗം മാറും. ഇങ്ങനെ തുടങ്ങുന്ന ശിർക്കിന്റെ വിശ്വാസങ്ങൾ കടന്നു വന്നാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനെ ശിർക്ക് ചെയ്താൽ അവൻ പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ അല്ലാഹ് പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു ഒരിക്കലും ശിർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവർക്ക് നിഷിദ്ധമാകും. എത്രയോ നോമ്പ് നോൽക്കുന്ന സഹോദരങ്ങളാ, എത്രയോ സ്വതക്ക ചെയ്യുന്ന മനുഷ്യരാ, സകാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അല്ലാഹുവല്ലാത്തവരിലേക്ക് ആരാധനകൾ അറിയാതെ കൊടുന്നു പോകുന്ന, അല്ലാഹുവല്ലാത്തവർക്ക് ആരാധനാ കർമ്മങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക, പ്രാർത്ഥനകൾ അല്ലാഹുവല്ലാത്തവർക്ക് കൊടുക്കും. ബലി കൊടുക്കേണ്ട സമയത്ത് ജീലാനിക്ക് ഒരു ബലി കൊടുക്കും, നബിതങ്ങളുടെ പേരിലും ബദരീങ്ങളുടെ പേരിലും ബലി അറുക്കും. എന്നാ ഖുർആൻ പറഞ്ഞു പാടില്ല. ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, നിന്റെ റബ്ബിന് വേണ്ടി ബലിയർക്കുകയും ചെയ്യുക. ബലികർമ്മങ്ങൾ അല്ലാഹ്ക്കാണ്, നേർച്ചകൾ അല്ലാഹ്ക്ക് മാത്രമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്യുന്നത് ശക്തമായ ഗൗരവമായി എതിർത്തതാണ് നബിതങ്ങൾ. സത്യം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പേരിലായിരിക്കണം സത്യം ചെയ്യേണ്ടത്. ഇബാദത്തിന്റെ എല്ലാ തലങ്ങളും അല്ലാഹുവിലേക്ക് മടക്കുക എന്നതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂലിനെ അനുസരിക്കണേ. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതിയോ? പോരല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, അത് അംഗീകരിക്കുന്നവരാണ്, പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്, പ്രവാചകന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്നവരാണ്, പ്രവാചകൻ പഠിപ്പിച്ച ആദർശം നെഞ്ചിലേറ്റുന്നവരാണ്. എങ്കിൽ നമുക്കെന്താ ഗുണമുണ്ടാകേണ്ടത്? ആ നബി പഠിപ്പിച്ച ദീനിനെ മാതൃകയാക്കി ജീവിച്ചുകൊണ്ട് സ്നേഹിക്കണം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നബി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ ഇറങ്ങുകയാണ്, ഇന്നിതാ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇനി ഒരു നിസ്കാരം ഇതൊക്കെ ചേർക്കാനില്ല, ഇനി ഒരു നോമ്പ് ഇതൊക്കെ വരാനില്ല, ഇതിൽ ഇനി ഒരു പ്രത്യേകം ദിക്ർ പുതിയതായി ഉണ്ടാക്കാനില്ല, അതിനധികാരം ഒരാൾക്കും കൊടുത്തിട്ടില്ല. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തിദാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്ന് പഠിപ്പിച്ച ദീനിനെ എന്നും നിലനിർത്തി കൊണ്ടുപോവുക എന്നതാണ്. ഇതിലേക്ക് പുതുതായി ഒന്നും ചേർക്കാൻ പാടില്ല. നമ്മുടെ ഏത് കാര്യത്തിൻ്റെയും പഴക്കം നോക്കണം. 1400 കൊല്ലം പഴക്കമുണ്ടോ? അത് ഇസ്ലാമിൻ്റെ നന്മയാണ്.
എന്താ സുബ്ഹി നമസ്കാരത്തിന്റെ എണ്ണം കൂടാത്തത്? റക്അത്തിന്റെ എണ്ണം എന്താ കൂട്ടാത്തത്? നല്ലതല്ലേ? ഒരു സുജൂദ് കിട്ടൂലേ? 2 സുജൂദ് കിട്ടൂലേ? ഫാത്തിഹ ഒരെണ്ണം അധികം കിട്ടൂലേ? ചെയ്യാൻ പറ്റൂല. എന്താ പറ്റാത്തത്? നബി പഠിപ്പിച്ച ദീനിൽ ഇത് 2 ഉള്ളൂ. എന്താ റമദാനിൽ 35 നോമ്പ് നോൽക്കാത്തത്? നബി തങ്ങൾ പഠിപ്പിച്ചത് ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. നല്ലതല്ലേ? നോമ്പല്ലേ? ആണ്. പക്ഷെ അധികം കിട്ടൂല. എന്ത് കാര്യം എടുത്ത് നോക്കിക്കാലും നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നത് നല്ലതല്ലേ? എന്നാ സുജൂദിൽ 2 ഫാത്തിഹ ഓതുവോ? റുകൂഇൽ 2 ഫാത്തിഹ ഓതാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഫാത്തിഹക്ക് എന്താ കുഴപ്പം? ഫാത്തിഹ കുഴപ്പമില്ല. ഇവിടെ ദീനി പഠിപ്പിച്ചത് പ്രവാചകനാണ്. ആ നബി പഠിപ്പിച്ച ദീനിലേക്ക് ചേർക്കാനില്ല, അതൊന്നും ഒഴിവാക്കാനുമില്ല. റസൂല് കൊണ്ടുവന്നത് സ്വീകരിക്കുക. നബി വിലക്കിയതിനെയൊക്കെ വിലക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇസ്ലാം ഇത്ര സുന്ദരമായി ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. 1400 കൊല്ലം പഴക്കമുള്ള ആ ദീനിന്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട വഹീന്റെ സന്ദേശങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ആരെങ്കിലും ദീനിലേക്ക് പുതിയതായി വല്ലതും കൊണ്ടുവന്നാലോ ശ്രദ്ധിക്കണം. അത് നല്ലതാന്ന് വിചാരിച്ച് എടുത്ത് പുൽകാൻ നിൽക്കേണ്ട. മതത്തിലുണ്ടാക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നല്ലോ, നിങ്ങൾ കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നബിന്റെ കാലത്തുള്ളതാണോ? ഒക്കെ ദുനിയാവിന്റെ കാര്യമാണ്. കാറുള്ളവന് കാർ ഉപയോഗിക്കുക, ബൈക്കുള്ളവന് ബൈക്ക് ഉപയോഗിക്കുക. അതിന് ഇത്ര കൂലുണ്ട്, ഇത്ര സുന്നത്തുണ്ട്, ഇത്ര വലിയ ഇബാദത്താണെന്ന് ആരും പറയുന്നില്ല. നബിന്റെ കാലത്ത് മൈക്കയില്ലല്ലോ, നിങ്ങൾ മൈക്കിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഇതാരും ഇത്ര വലിയ സുന്നത്താണ്, ഇത്ര കൂലിയുള്ളതാണെന്നൊന്നും ആരും പറയുന്നില്ല. ദുനിയാവിന്റെ ചില അവസരം ഉപയോഗിക്കൽ മാത്രമാണ്. എന്നാൽ ദീനിൽ ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? പുതിയൊരു പ്രാർത്ഥന ഉണ്ടാക്കാൻ പറ്റുമോ? പുതിയൊരു ഇബാദത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അത് പറ്റൂല. അത് പുതുതായി ഉണ്ടാക്കുന്നത് സൂക്ഷിക്കണം. പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അത് നരകത്തേക്ക് പോണ സംഭവമാണ്. ശിർക്ക് കഴിഞ്ഞാലുള്ള ഗൗരവമായ ഉപദേശമാണ് ബിദ്അത്തിന്റെ കാര്യത്തിൽ. ഹൗദുൽ കൗസറിന്റെ പാനീയം കുടിക്കാതെ ഉമ്മത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന വിഭാഗമാരാ? നിബിതങ്ങളുടെ കാലശേഷം ഈ ദീനിലില്ലാത്തത് ഇതിലേക്ക് തുന്നിച്ചേർത്തവർക്കാണ്. ഹൗദുൽ കൗസർ കുടിക്കാൻ കിട്ടൂല. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. തഫ്സീർ വായിച്ചു നോക്ക്. അധ്വാനിച്ച് ക്ഷീണിച്ച് വന്നവരാണ്, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഇബാദത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത് സൂക്ഷിച്ചോളൂ. അള്ളാന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള സുന്ദരമായ ഉപദേശം എന്താ? മരിക്കുന്നതിന്റെ മുമ്പ് നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. തറക്തു ഫീക്കും അംറൈൻ. 2 കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. അത് രണ്ടും മുറുകെ പിടിച്ചാ പിഴക്കൂല. പിഴക്കൂല. ആരൊക്കെ പിഴച്ചു എന്ന് പറഞ്ഞാലും പിഴക്കൂല. അതേതൊക്കെയായിരിക്കണം? കിതാബ് അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വസുന്നത റസൂലിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ചര്യ. അത് രണ്ടും മുറുകെ പിടിച്ചവർക്ക് പിഴക്കൂല. അതല്ലാതെ വന്നാൽ നാട്ടിൽ ഓരോ മാസങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും പുതിയ പുതിയതിങ്ങനെ കൊണ്ടുവരും. സാധുക്കളായ ഒരുപാട് മനുഷ്യന്മാർ അതിൽ പെട്ടുപോകും. 12 മാസങ്ങളിൽ ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ ഏതാ? പവിത്ര മാസങ്ങളാണ് 4 മാസം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് അതിലുണ്ട്, സംശയമൊന്നുമില്ല. എന്നാൽ റജബ് മാസത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നതിന് പകരമായി അതിൽ ചില നോമ്പുകൾ കൊണ്ടുവരുന്നു, അതിൽ ചില ദിവസങ്ങൾക്ക് പ്രത്യേകത കൊടുക്കുന്നു, ചില ദിക്റുകൾ പഠിപ്പിക്കുന്നു. ചില 1-ാമത്തെ രാവിലെ ഇത്ര പ്രത്യേകത, 1-ാമത്തെ ദിവസം ചൊല്ലേണ്ടത് ഇന്നത്. ആരാ പഠിപ്പിക്കേണ്ടത്? ഹബീബ് നബി തങ്ങളാ പഠിപ്പിക്കേണ്ടത്. ഹദീസിൽ വന്നിട്ടില്ല. 27-ാമത്തെ രാവിലെ ഇന്ന നിസ്കാരം ആരാ പഠിപ്പിക്കേണ്ടത്? നബിയായിരുന്നു. പഠിപ്പിച്ചെന്നിട്ടില്ല. കാണാൻ സാധ്യല്ല, തെളിവുകളില്ല, പിൻബലങ്ങളില്ല. 27-ാമത്തെ ദിവസത്തിൽ വല്ല നോമ്പ് നബിതങ്ങളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റജബ് 27-നാണ് മിഅ്റാജ് എന്ന് തെളിയിക്കാവുന്ന വല്ല ഹദീസുകളുമുണ്ടോ? ഇല്ല.
അതൊന്നും ഉറപ്പ് പറയാനുള്ള തെളിവുകളില്ല, ഇഖ്തിലാഫുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51ാമത്തെ വയസ്സിൽ മിഅ്റാജിന്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ടും മദീനയിൽ അവസാനം 63ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചുരുങ്ങിയത് 10 കൊല്ലം കഴിഞ്ഞു പോയല്ലോ. അവിടെ എവിടെയെങ്കിലും റജബ് 27 ഒരു നോമ്പ് പഠിപ്പിച്ചതായി കാണാനുണ്ടോ? ലളിതമാണ്, ഉണ്ടാവില്ല. അവിടെ അന്ന് രാത്രിയിൽ പ്രത്യേകമായ ഒരു 15 റക്അത്ത് നമസ്കാരം പഠിപ്പിച്ചതായ വല്ല തെളിവുകളും നമ്മുടെ ഹദീസുകളിൽ വല്ലതും കാണോ? എന്തെല്ലാം നബി ചിരിച്ചത് ഹദീസിലുണ്ട്. മലമൂത്ര വിസർജനത്തിന് വെള്ളമെടുത്ത് കൊണ്ടുപോയി കൊടുത്തത് ഹദീസിലുണ്ട്. എന്തെല്ലാം ഭക്ഷണം കിട്ടാതെ പുറത്തിറങ്ങി നടന്നത് ഹദീസിലുണ്ട്. ഇത്ര വലിയ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തത്, അത് ഇല്ലാത്തത് കൊണ്ടാണ്. എന്റെ അഭിപ്രായമല്ല, ഷാഫിഈ മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനായ ഇമാം ഇബ്നുൽ അത്വാർ ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാണ്, റജബുൻ ലൈസ ഫീഹി ശൈഉം മിൻ ദാലിക്. റജബ് എന്ന് പറയുന്നത് സാധാരണ പവിത്രമായ മാസങ്ങളുള്ള പോലെയുള്ള പവിത്രതയാണ്. സിവാമാ യുശാരികു ഗൈറഹു മിനശ്ശുഹൂരി, മറ്റൊരു പ്രത്യേകതയും അതിന് കൊടുത്തിട്ടില്ല. വകൗനുഹു മിനൽ ഹറമി, അത് പവിത്ര മാസങ്ങളിൽ എണ്ണിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മിഅ്റാജും ഇസ്റാഉം ഒക്കെ ഈ റജബിലാണ് എന്ന്. വലം യസ്ബുത് ദാലിക, അങ്ങനെയൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരാണ് ഈ പറയുന്നത്. അങ്ങനെ പറയണ്ട, അങ്ങനെ ഒരു തെളിവില്ല. ഇനി അതിന് വല്ല പ്രത്യേകമായ ഇബാദത്തുകളും നിസ്കാരങ്ങളും സ്വലാത്തുർ റഗായിബും മിഅ്റാജ് നോമ്പൊക്കെ ഉണ്ടോ? സുഹൃത്തുക്കളെ, ഒരു നോമ്പിന് നമ്മൾ ആരും എതിരല്ല. എല്ലാ തിങ്കളും വ്യാഴും നമുക്ക് നോമ്പുണ്ട്, റജബിലുണ്ട്. എല്ലാ മാസം 13, 14, 15 നോമ്പുണ്ട്, നമുക്കും അത് റജബിലെടുക്കാം. എല്ലാ മാസവും ഒരു 3 ദിവസം നോക്കിയിട്ട് നോമ്പെടുക്കാം, അതൊക്കെ ഉള്ളതാണ്. എന്നാൽ അതിനൊന്നും പ്രത്യേകത ഉണ്ടാവൂല, അതിന് മെസ്സേജ് വരൂല, അതിന് റീൽസ് കാണൂല, അതിന് ഉസ്താദുമാരും വിശദീകരിക്കൂല. 27ന്റെ അന്ന് മാത്രം ഒരു നോമ്പ് വരുമ്പോൾ ഒന്ന് പേടിക്കണം. അതെന്തോ ആരും അറിയാത്തൊരു പുതിയ സംഭവം. എന്താ? മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള പണ്ഡിതനല്ലേ. അദ്ദേഹം പറയാണ്, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബിൻ, റജബിന്റെ പോരിശ പറയുന്നതായ ഫദ്ലുകൾ നമുക്ക് കാണാൻ കഴിയില്ല. വലാ ഫീ സിയാമിഹി, അതിൽ ഒരു പ്രത്യേക നോമ്പ് കാണാൻ കഴിയൂല. വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ, നിശ്ചയിക്കപ്പെട്ട ഒരു തീയതിയിൽ ഒരു നോമ്പും അതിൽ ഇല്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ, രാത്രിയിൽ ഒരു പ്രത്യേക നമസ്കാരവും കാണാൻ കഴിയൂല. ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജതി, ഹദീസായി സ്വഹീഹായി തെളിവിന് പറ്റുന്ന യാതൊന്നും നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇത് നമ്മളെ പ്രസ്ഥാനത്തിന്റെ സർക്കുലർ അല്ല, ഇത് ഹദീസ് ഗ്രന്ഥത്തിലാണ്. തബീനുൽ അജബി ഫീ ഫദ്ലി ശഹ്രി റജബിന്റെ പുസ്തകത്തിന്റെ 23ാമത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ കഴിഞ്ഞ കൊല്ലങ്ങളിലൊന്നും കേൾക്കാത്ത പലതും നമ്മൾ ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർമാർ മെഡിസിൻ കുറിച്ച് കൊടുക്കുന്ന മാതിരിയാണ് ചില ആൾക്കാർ. റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ഇന്നത് ചൊല്ലുക, ഉച്ചക്ക് ഇന്നത് ചൊല്ലുക, വൈകുന്നേരം ഇന്നത് ചൊല്ലുക, രാത്രി കിടക്കാൻ സമയത്ത് ഇന്നത് ചൊല്ലുക. ആരാണിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇതിനെന്താണ് തെളിവ്? അടുത്ത് നടന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് റജബിൽ. ഇന്ന് ഇമാം ഖതീബ് മിമ്പറിൽ കയറി ഖുതുബ തുടങ്ങി കഴിഞ്ഞാൽ അഹ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് 35 തവണ പറഞ്ഞാൽ ഈ വർഷം മുഴുവൻ സമ്പത്തുണ്ടായിരിക്കും, കയ്യിൽ നിന്ന് പൈസ ഒഴിഞ്ഞു പോകൂല. അത് നടക്കുള്ളൂ, അത് മാത്രമേ നടക്കുള്ളൂ. എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ പൈസ കയ്യിൽ പിടിച്ച് നടക്കാം, അതിന് മാത്രം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കല്ല അതങ്ങനെ പറയാൻ പറ്റൂല. അങ്ങോട്ട് പറയാ, ഖുതുബന്റെ ഇടയിൽ 35 തവണ അഹ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു നടക്കുക. ഇതൊന്നും കഴിഞ്ഞുള്ളൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ പുതിയത് ഇങ്ങനെ കൊണ്ടുവരിക. യാതൊരു കൂസലുമില്ലാതെ, യാതൊരു മനസാക്ഷി കുത്തുപോലുമില്ലാതെ ജനങ്ങളെ ദീനിൽ നിന്ന് മാറ്റപ്പെടുന്ന, അകറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസങ്ങളിലും ഓരോന്ന് കൊണ്ടുവരികയാണ്. ദീനിൽ ഇല്ലാത്തതായിരിക്കും. റബീഉൽ അവ്വൽ വന്നാൽ ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം നബി മരിച്ച റബീഉൽ അവ്വൽ 12 മുണ്ടൂല. ഖുതുബയായ ഖുതുബയിലൊക്കെ വഫാത്തിനെ കുറിച്ചാണ് അറബിയിൽ സംസാരിക്കുന്നത്. സാധുക്കൾ കേൾക്കണില്ല, മനസ്സിലാക്കണില്ല, കുറെ ഉറങ്ങണ്, കുറെ അപ്പുറത്തും ബക്കറ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞൊക്കെ എല്ലാവരും ഇറങ്ങി പോരുന്നു. എന്നാൽ ഖുതുബ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ഖുതുബ വഫാത്തുൻ നബിയായിരുന്നു. അതിന് അറബി പറയണം, ആ അറബിയിൽ വായിച്ചു നോക്കണം, അപ്പോൾ മനസ്സിലാവും.
ശേഷം പിന്നെ എങ്ങനെയാണ് ജന്മദിനം ആഘോഷിക്കാൻ പറ്റുക? റബീഉൽ അവ്വലിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് വരെ നബിയോട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക കദഹസൻതു വന്നി യാ ബശീറു യാ നദീറു. മദ്ഹാന വിചാരിച്ചത് അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു നബിയേ, പാപങ്ങൾ പുറത്തു തരണേ. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തുകാരനായ ഒരു ചങ്ങാതി പാട്ടുപാടി ഞങ്ങളെ പടച്ചോനാണ് മടവൂര്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് വർത്താനങ്ങൾ പറയുന്നത്? ഞങ്ങൾ മടവൂരിനെ മദ്ഹ് പാടിയതാണ്. ഇത് മദ്ഹാവൂല, പറയാൻ പാടില്ലാത്തത് പറയരുത്, നബിനെ കുറിച്ചായാലും അത് പറയരുത്. എന്നാൽ ഇവിടെ ആലോചിച്ച് നോക്കൂ, റബീഉൽ അവ്വലിൽ പാടിക്കൊണ്ടിരിക്കുന്ന വരികളിലെ അബദ്ധം എത്ര വലുതാണെന്ന് ആലോചിച്ചു. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസം മാറ്റിത്തരുന്ന നബിയേ, വിഷമങ്ങൾ തീർക്കുന്ന നബിയേ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയേ, നിങ്ങൾക്ക് സലാം. എത്ര ആപത്താണ് കൊണ്ടുനടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാമാണ് നാട്ടിൽ നടക്കുന്നത്. പള്ളിയിൽ നടക്കുന്നതിന് പുറമെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കാണുന്ന രംഗങ്ങൾ. നമ്മളൊക്കെ നാട്ടിൽ ഇതാണോ പ്രവാചക സ്നേഹം? ഇങ്ങനെയായിരുന്നു നബിനെയൊക്കെ സ്നേഹിച്ചിരുന്നത്, ഇങ്ങനെയായിരുന്നു നമ്മൾ സ്നേഹിക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത മാസം റബീഉൽ ആഖിർ വരുന്നതോടെ നമ്മുടെ നാട്ടിൽ പേരിലായ ഒരുപാട് പോത്തുകളെ കൊണ്ടുവരാ. വലിയൊരുന്നാ കറക്കാത്ത മഹല്ല്. അതേ ജീലാനിന്റെ ദിവസം വരുമ്പോ 10-20 പോത്തിനെ കൊണ്ടുവന്ന് ഓരോരുത്തരും കൂറ്റന്മാരെ കൊണ്ടുവന്ന് ഇറക്കുക. ജീലാനിയുടെ ഉറൂസ്, ജീലാനിയുടേതായ ആണ്ട് നേർച്ചകൾ നടത്തുകയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ജനങ്ങളങ്ങ് ചെയ്തു കൂട്ടുകയാണ്. ആ മനുഷ്യൻ എഴുതിയ പ്രസിദ്ധമായ ഫതുഹുൽ റബ്ബാനിയിലും ഫതുഹുൽ ഗൈബിലും അൽ ഗുനിയയിലും ഇത്തരം പരാമർശങ്ങളൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. പിൽക്കാലത്ത് ചില മനുഷ്യന്മാർ ഖാദിരിയ ത്വരീഖത്തിന്റെ വക്താക്കൾ മാലകൾ എഴുതിയുണ്ടാക്കി, കുത്തുബിയത്ത് എഴുതിയുണ്ടാക്കി. എന്നിട്ട് അവിടെയെല്ലാം ആ ഷെയ്ഖിനെ വിളിച്ചാണ് പറയുന്നത്. കുത്തുബിയത്തുകാരൻ പറയുന്നുണ്ട്. അവിടേക്ക് നമ്മൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് ദീനിലില്ലാത്ത പുതിയ പുതിയ മാമൂലുകൾ, ആചാരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആലമൗലൂദുകൾ ഉണ്ടാക്കിയതാരാ, എന്നുണ്ടാക്കിയതാ? കുത്തുബിയത്തുണ്ടാക്കിയതാരാ, എന്നുണ്ടാക്കിയതാ? ഹദ്ദാദു റാത്തീബിന്റെ പഴക്കം എത്രയാ? സ്വലാത്ത് വാർഷികത്തിന്റെ പഴക്കം എത്രയാ? നൂറെ ഹബീബിന്റെ കാലപ്പഴക്കം എത്രയാ? നൂറെ അജ്മീറിന്റെ പഴക്കം എത്രയാ? സ്വലാത്തുൽ ഫാത്തിഹിന്റെ പഴക്കം എത്രയാ? അറിവിൻ നിലാവിന്റെ പഴക്കം എത്രയാണ്? ഇവർക്കൊക്കെ എത്ര പഴക്കം പറയാനുണ്ട്? 1400 പറയാനുണ്ടോ? നമ്മളെ ഖുർആനിന്റെയും ഹദീസിന്റെയും പോരിശ അത് പഴക്കമേറിയതാണ്. 1400ന്റെ പഴക്കമുണ്ട്. പിന്നെ ഇതൊക്കെയോ മാക്സിമം 600-700 കൊല്ലത്തിന്റെ പഴക്കമുള്ളൂ. നബി കണ്ടിട്ടില്ല, സ്വഹാബിമാർ കണ്ടിട്ടില്ല, മദ്ഹബിന്റെ ഇമാമികൾ കണ്ടിട്ടില്ല, മാലി കണ്ടിട്ടില്ല, ഹദ്ദാദ് കണ്ടില്ല, റാത്തീബ് അറിയില്ല, കുത്തുബിയത്ത് അറിയില്ല, കുത്തറാത്തീബ് അറിയില്ല. ഇതൊന്നും ഇവർക്കാർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ഇതിലുള്ള പ്രശ്നം? ഇവ ദീനിൽ പെടാതെ പോയത് എന്തുകൊണ്ടാ? നബി തങ്ങൾ പഠിപ്പിച്ചതിലില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, സലഫുകളായ 3 നൂറ്റാണ്ടിലെ മനുഷ്യന്മാർക്ക് ഇത് പരിചയമില്ല, 6 ഹദീസ് എഴുതിയ പണ്ഡിതന്മാർക്കും ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഇത്തരത്തിലുള്ള യാതൊരു കൃതികളും അവർ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ പോരിശയായി വീടുകളിൽ ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുക. കുത്തുബിയത്തൊക്കെ ഇരുന്ന് ഓതുന്ന മനുഷ്യന്മാരാലോചിക്കും, 12 റക്അത്ത് നിസ്കരിച്ച് ഒളുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഭക്തിയിലിരുന്നിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു 1000 തവണ വിളിക്കുന്നത്. അല്ലാന്നല്ല, റബ്ബേ എന്നല്ല, റഹ്മാനേ എന്നല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖേന്നാ വിളിക്കുന്നത്. ഇത് പറയാൻ എന്താ പേടി? ചോദിച്ചു നോക്കിയും പോയവർക്കറിയാലോ. ഇവിടെയൊക്കെ പോയ ആൾക്കാർ, ഇതിൽ തഴമ്പിച്ച ആൾക്കാരിക്കുണ്ടല്ലോ. ഇതെന്നെ വിളിക്കണം. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് വിളിച്ച ഉത്തരം കിട്ടും. അഹ്മദുൽ കബീർ റിഫായി വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്റ്റേജ് കെട്ടിയിട്ട് രാത്രി 9 മണിക്ക് ശേഷം തുടങ്ങും റിഫായി ഷെയ്ഖ് വരാൻ. എപ്പോഴാ വരിക? കുത്തറാത്തീബ് നടത്തിയിട്ട് ശരീരത്തിൽ ഇങ്ങനെ കത്തിയെടുത്ത് മുറിക്കുമ്പോഴാണ് റിഫായി ഷെയ്ഖ് വരിക. ഇസ്ലാമിലില്ല. ഷിയാക്കൾക്ക് പലതുണ്ട്, മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല. കുത്തറാത്തീബ്
എന്തൊക്കെ മാമൂലുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാന്റെ ഖുർആൻ പറയാണ്, ഇത് സൂക്ഷിക്കണം, ഇത് സൂക്ഷിക്കണം. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുന്നവർക്ക് നാശം. ഇതൊക്കെ അള്ളാന്റെ കന്ന് വന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. എന്തിനാ അതൊക്കെ ഉണ്ടാക്കണത്? സമനം കലീല, തുച്ഛമായ വിലക്കത് വിൽക്കാൻ വേണ്ടിയാണല്ലോ. അവരുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ എഴുതിയുണ്ടാക്കിയത് നാശമാണ്. അതുകൊണ്ട് സമ്പാദിക്കുന്നവർക്കും നാശമാണ്. ഇത് പറ്റിക്കുക, ദീനോണ്ട് പൈസ ഉണ്ടാക്കുക, സ്വലാത്തോണ്ട് പൈസ ഉണ്ടാക്കുക, അതിന് ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ട് പണം ഉണ്ടാക്കുക, ദിക്ർ ബോക്സ്, സ്വലാത്ത് പെട്ടി, നേർച്ചപ്പെട്ടി, പെട്ടി തന്നെ കാര്യമായിട്ട് മഖാമുകളും ദർഗകളും ഉറൂസുകളും എന്തും എടുത്ത് നോക്കിക്കോ. ജനങ്ങളുടെ ആ ഈമാനികമായ ആവേശത്തിൽ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കി പണം പിരിച്ച് ഇസ്ലാമിലെ സ്വലാത്ത് ചെല്ലുന്ന വ്യക്തിക്ക് എവിടെ പൈസ ഉണ്ടാവില്ല. അതൊക്കെ ഡയറക്റ്റ് അവിടെ എത്തും. ഇസ്ലാമിൽ ഇല്ലാത്തത് ചൊല്ലിയാൽ നിങ്ങൾ പൈസ തരും. ഇസ്ലാമിലില്ലാത്ത ഈ മാമൂലുകൾ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർക്ക് എന്താ ഗുണം? അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ട്. പലയിടത്തും ഇത്തരം മജ്ലിസുകൾ നിർത്തിപ്പോയിട്ടുണ്ട്. പലയിടത്തും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ പെരുകിയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പുല്ലൂക്കര അങ്ങാടിയിൽ ഇവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞില്ല എന്ന് അറിയിക്കരുത്, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്, ധാരാളമുണ്ട്. എന്താണ് ഓലെ പണി? അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കും, തിന്നുകൊണ്ടിരിക്കും. അള്ളാന്റെ മാർഗത്തുനിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ആയത്തിന്റെ അവസാനം കൊടുത്ത വാക്ക, നരകത്തിന്റെ വേദന ഉണ്ടെന്ന് അവരെ അറിയിക്കണം. സൂറത്ത് തൗബയിലെ 34-ാമത്തെയും 35-ാമത്തെയും ആയത്ത ആലോചിച്ചോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട മുടി ആർക്കാണ് ഇവിടെ സംശയമുള്ളത്? സംശയമില്ല. എന്നാൽ ബോംബെയിലെ ഒരു ജാലിയൻ വാലയുടെ കയ്യിൽ നിന്നൊരു മുടി കിട്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരാൾ അത് കൊണ്ടുവന്നിട്ട് ഇത് നബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അതുണ്ടാക്കാൻ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കിയ ആ മനുഷ്യൻ, ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ, ശരി, അദ്ദേഹം ഈ മുടിയിട്ട വെള്ളം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എത്രയായിരുന്നു പൈസ മേടിച്ചത്? ഒരു ലേശം വെള്ളത്തിന് 25,000 രൂപ ഈടാക്കി ജനങ്ങളേക്കെന്ന്. ഇത് പൈസ പിടിക്കാനുള്ള മാർഗമാണ്. നബിയുടെ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏത് സാധാരണക്കാരനും ലോൺ എടുത്തിട്ടും കൊണ്ടുപോകൂലേ? ജനങ്ങളേക്കെന്ന് ചൂഷണം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അതൊക്കെ ഒറിജിനൽ അല്ല, അതൊക്കെ ഫേക്കാണ്, അതൊന്നും നമുക്ക് നോക്കണ്ട, ഞങ്ങളടുത്ത് ഒറിജിനലുണ്ട്, ഫ്രീ ആയിട്ട് തരൂല, ഞങ്ങൾ വില കുറച്ചിട്ടുണ്ട്, ഇത് ഹൈപ്പർ മാർക്കറ്റിന്റെ മത്സരം മാതിര, ഞങ്ങൾ 10,000 രൂപക്ക് തരാം. ഇവരൊക്കെ എവിടെ പോയി? ഇപ്പൊ എന്താ മുടിവെള്ളം കൊണ്ട് വരാത്തത്? ഇത്തരത്തിൽ 100 കണക്കിന് തസ്ബീഹകളിൽ കൃത്യമായി പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്ന് പ്രബുദ്ധരാക്കിയപ്പോ ചോദ്യം വരാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഹക്കില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ബാത്തിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, പരാജയപ്പെട്ടിരിക്കും. പിന്നീട് എത്ര സദസ്സുകളിലാണ് അവിടെ ഓരോന്ന് ലേലം ചെയ്യണം. ഈ അടുത്ത് കോഴിമുട്ട 5 രൂപന്റെ കോഴിമുട്ട ലേലം ചെയ്യണം, 115 രൂപ. ഒരു ആപ്പിൾ, തങ്ങൾ ഊതിയ ആപ്പിളാണ് എന്ന് പറഞ്ഞിട്ട് 114 രൂപ. ഒരാപ്പിളിന് 114 രൂപ. പരീക്ഷാ സമയത്ത് തങ്ങൾ ഊതിയ പേനയാണ്, ഇതുകൊണ്ട് എഴുതിയ പരീക്ഷയ്ക്ക് പാസ്സാകും പറഞ്ഞ് 333 രൂപയ്ക്ക് പേന കൊടുത്ത ആൾക്കാരുണ്ട്. ഈ ആദ്യം മനുഷ്യന്മാർ എന്താ ചെയ്യുന്നത്? ആളുകളുടെ പണം കൊള്ളയടിക്കുക. മജ്ലിസുൻ നൂറും മഹദറത്തുൽ ബദരിയയും അടക്കമുള്ള നമ്മുടെ നാടുകളിൽ നടക്കുന്ന ചൂഷണങ്ങളുടെ അടിസ്ഥാനം ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യുക. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ ദീനിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക. CM ഊരിന്റെ കറാമത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മരിക്കണതിന്റെ മുമ്പ് തന്നെ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് നടന്ന് ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണതിന് പകരം ഇത്തരത്തിലുള്ള മാർഗം സ്വീകരിക്കുക. എന്ന് മാത്രമല്ല, പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ
ഈ സാധുക്കളായ അണികളായ മനുഷ്യന്മാർ നേതാക്കന്മാരെ എതിരായി കൊണ്ട് ശാപസ്വരത്തിൽ സംസാരിക്കുകയാണ്. യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒന്ന് അന്ന് ചെയ്താൽ മതിയായിരുന്നു, പറ്റിപ്പോയി. പിന്നെ എന്താ ഞങ്ങൾക്ക് പറ്റിയത്? വഖാലു, അവര് പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ തഅനാ സാദതനാ വകുബറാന, സയ്യിദന്മാരാണ് സാദാത്യങ്ങളാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവർ പറയുന്നത് അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അവര് ഞങ്ങളെ അങ്ങ് വഴി പിഴപ്പിച്ചു, അവര് ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, ഇനി എന്താ ചെയ്യുക? അത് നിന്റെ ലോകമാണ്. റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, റബ്ബേ ഇവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപം അവർക്ക് നൽകുകയും ചെയ്യണേ. അവിടെ വെച്ചിട്ട് വിലപിക്കും, അവിടെ വെച്ചിട്ട് സയ്യിദന്മാർക്കും കുബറാക്കന്മാർക്കും എതിരെ ഇവര് ഞങ്ങളെ പിഴപ്പിച്ചവരാണെന്ന് കൃത്യമായിട്ട് അവിടെ വെച്ച് മനസ്സിലാകും. പക്ഷെ തിരിച്ചു വരാൻ കഴിയില്ല, മടങ്ങി വരാൻ കഴിയില്ല. അതിനൊക്കെ ദുനിയാവിലാണ് ചാൻസ്. ചിന്തിക്കാൻ, ആലോചിക്കാൻ. നരകത്തിൽ വീണ ആളുകളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾ ഈ നരകത്തിൽ പെട്ടുപോയത്? വഖാലു, അവര് പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഖിലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ വെന്തെരിയുന്ന നരകത്തിൽ വീഴൂലായിരുന്നു. ഒന്നും കേൾക്കൂല, ഒന്നും പഠിക്കൂല. ഒരു പുത്തംവാദികളാണ്. കേൾക്കരുത്, പോകരുത്, ചിരിക്കരുത്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്, മനുഷ്യർക്കൊപ്പാണ്, ചിരിക്കരുത്, നോക്കരുത്, മിണ്ടരുത്, മരിച്ചാൽ കാണരുത്, ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്. ഭയങ്കരമായ യാത്രക്ക് അടിപൊളിയായി നടക്കുക. ഇത്രയേറെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ശക്തമായി കൊണ്ട് വിവേചനം കാണിച്ച മനുഷ്യർ, അവരൊക്കെ ഇപ്പോൾ വലിയ സയ്യിദന്മാരാ. ശരി, അവിടെ ഒന്ന് മനസ്സിലാക്കുക. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യരെ തൊള്ള കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, കൽബിന്റെ ഉള്ളിൽ അല്ലാഹു മാത്രമായി വരണം നിനക്ക്. നിന്റെ ഏതേത് വിഷമങ്ങളുടെ ഘട്ടത്തിലും നിന്റെ കൽബ് റബ്ബിലേക്ക് മടക്കണം. ശിർക്ക് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, അല്ലാഹു അല്ലാത്ത ശക്തികളുടെ മുമ്പിൽ, കേന്ദ്രങ്ങളുടെ മുമ്പിൽ നീ കൊണ്ടുപോയി വെക്കുന്നതും അതിന്റെ കൂട്ടത്തിലേക്കാണ് ഉൾപ്പെടുക. ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഫത്ഹുർ റബ്ബാനിയിൽ, ഇൻ കാന വലാ ബുദ്ദ ലക മിനത് ത്വലബി, നിനക്ക് വല്ല ആവശ്യവും വന്നാൽ ഫത്ലുബു മിൻഹു, അല്ലാഹുവോട് ചോദിച്ചോ. ലാ മിൻ ഖൽഖിഹി, സൃഷ്ടികളോട് പോയി ചോദിക്കേണ്ട. രോഗം മാറാൻ, വിഷമം തീരാൻ, സങ്കടം മാറാൻ, കടം വീടാൻ, ജോലി ശരിയാകാൻ നീ പോയിട്ട് ചോദിക്കേണ്ടതും സഹായം പ്രവർത്തിക്കും പടച്ചോനെ, പടച്ചോന്റെ സഹായമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സൃഷ്ടി തന്റെ സൃഷ്ടികളോട് പോയി ചോദിക്കുന്നവനോടാണ്. ഇസ്തഗിസു ബിഹി ഇലൈഹി, അല്ലാഹുവിലേക്ക് ഇസ്തിഗാസ ചോദിച്ചോ. ഹുവൽ ഗനിയ്യു വൽ ഖുൽഖു വൽ ഖൽഖു ജമീഉഹും ഫഖറാ, അവൻ സമ്പന്നനാണ്, ഐശ്വര്യവാനാണ്, ജനങ്ങളെല്ലാവരും ഫഖീറന്മാരാണ്. ലാ യംലികൂന ലിഅൻഫുസിഹിം, അവർക്ക് അവരുടെ കാര്യം തന്നെ ചെയ്യാൻ കഴിയൂല. വലാ ലിഗൈരിഹിം ദർറൻ വലാ നഫഅൻ, വേറെ ഒരാൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരോട് എന്തിനാ പോയി പറയുന്നത്? ഇങ്ങനെ ഏത് കിതാബുകൾ നമ്മൾ തുറന്ന് വായിച്ചാലും അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് നമ്മളെ മടങ്ങി വരാനാണ്. എന്നാൽ ഈ ബിദ്അത്തിന്റെ കിതാബുകൾ മുഴുവൻ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു സൃഷ്ടി. മുഹ്യിദ്ദീൻ വായിച്ചാൽ മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാനാണ്. റിഫായി മാല മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയാൽ അവസാനം റിഫായി ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാനുള്ള വിവിധങ്ങളായ പോരിശകളാ പഠിപ്പിക്കുന്നത്. പോരിശ കണ്ട് പറയാം എത്രത്തോളം എന്ന് വെച്ചാൽ റിഫായി ഷെയ്ഖ് മുഹ്യിദ്ദീൻ ഷെയ്ഖിനേക്കാൾ ടോപ്പിലാന്ന് പറയാൻ വേണ്ടിയിട്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖിന് ഇവിടുന്ന് ഇരുന്നാൽ 7 ആകാശം കാണാൻ പറ്റുന്ന പഠിപ്പിച്ചത് മുഹ്യിദ്ദീൻ മാലക്കാരൻ. തെറ്റാണ്, സംഭവം ന്യായീകരിക്കണമെന്നില്ല. എന്നാൽ റിഫായി ഷെയ്ഖിന്റെ ആള് പോരിശയായി പറഞ്ഞിരിക്കുന്നത് റിഫായി ഷെയ്ഖിന് ഇരുന്ന ഇരുപ്പിൽ 7 ആകാശം പ്ലസ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചത് വരെ കാണാൻ പറ്റും. തമ്മിൽ മത്സരിക്കാം. അവസാനം റിഫായി ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞ കിതാബ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ കയ്യിലുണ്ട്, 314 ബാഗിലിരിക്കുന്നുണ്ട്, 314 313 വക മൗലിദൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അള്ള താഴെ
റിഫായി ഷെയ്ഖ് മേലെ മുന്നം തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കീകൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. റിഫായി ഷെയ്ഖ് മക്കത്ത് ചെന്നപ്പോ അവിടെ തവാഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി ഉന്നം തുടിയും മുട്ടിയൊക്കെ ചെന്നപ്പോ മക്കീകൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. ഇതൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് മതിലുമ്മ തൻ്റെ ആ സാധനങ്ങളൊക്കെ കിട്ടി അങ്ങ് തൂക്കിയിട്ടു. ഞാൻ ഇനി അനങ്ങൂല, ഞാനിനി ഇവിടുന്ന് പോകൂല, ഇനി വേണമെങ്കിൽ കഅബ എന്നെ തവാഫ് ചെയ്യണം. കേട്ടിട്ടുണ്ട് നമ്മളെവിടെങ്കിലും? ഇതാണ് മാലയിലുള്ളത്. റിഫായി മാലക്കാരൻ പറയാണ്, അങ്ങനെ റിഫായി ഷെയ്ഖ് ഇങ്ങനെ നിന്നുകൊടുത്തു. കഅബാലയം ഇളകി തുടങ്ങി, തവാഫ് ചെയ്യാൻ തുടങ്ങി. ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാഹ് വിളിച്ചോവർ. കഅബ ഇങ്ങനെ ഇളകി മറിയാൻ തുടങ്ങിയപ്പോ മേലെന്ന് അല്ലാഹ് വിളിച്ചു, റിഫായി എന്തിനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കണത്? ഞാൻ പരിഹരിച്ചു തരൂലേ, അത് ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ. അല്ലാഹ് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. അപ്പൊ ആരാ അവിടെ വലുത്? അവിടെ റിഫായി ഷെയ്ഖ വലുത്. ഒളിവർ റിഫായി എന്നല്ലാഹ് വിളിച്ചോവർ. അല്ലാഹ് വിളിച്ച് അപേക്ഷിച്ചപ്പോഴാണ് ഒന്ന് അങ്ങനെയാണെങ്കിൽ ശരിയാക്കി തരാം. ഏത് വായിച്ചോ, ഏത് മഞ്ഞക്കുളം മൗലിദ്, ഓരോ നാട്ടിൽ ഓരോന്നാണ്. ഓരോ നിലക്കുമുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ട് ജനങ്ങളെ ആ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ധാരാളം സംഭവങ്ങളും കൃതികളും ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പഠിപ്പിക്കപ്പെടുകയാണ്. ഈ കുത്തുബിയത്തൊക്കെ ചൊല്ലുന്ന മനുഷ്യന്മാർ എന്താ പറയണെന്ന് വായിച്ചു നോക്കിയിട്ട് അറബി അറിയാത്തതുകൊണ്ട് യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയ്യദ്ദീനി. എൻ്റെ സഹായമേ, എൻ്റെ നേതാവേ, എൻ്റെ അവലംബമേ, ഷെയ്ഖേ, ശത്രുക്കളിൽ നിന്ന് എന്നെ സഹായിക്കണേ. ആരാ? മുഹ്യിദ്ദീൻ ഷെയ്ഖിനോടാണ്. 1000 തവണ ചോദിക്കാണ്. ഇനി എപ്പോഴൊക്കെയാണ് ചോദിക്കുന്നത്? കലൻ നസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹ്യിദ്ദീൻ കാവലിലേകല്ലാഹ്. മരിക്കണ സമയത്ത് ഞങ്ങൾക്ക് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാവല് കൊണ്ടല്ലാഹ്. മരിക്കണ സമയത്ത് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാവല് കൊണ്ടല്ലാഹ്. സൂർവിളി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹ്യിദ്ദീൻ കാവലിലേകല്ലാഹ്. സൂർ എന്ന കാഹളത്തിൽ ഊതിയിട്ട് ഖിയാമത്ത് നാൾക്ക് പുറപ്പെടുമ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാവല് കൊണ്ടല്ലാഹ്. ചുട്ടുപെരുത്ത തറമേൽ നിൽക്കും നാൾ ചോക്കർ മുഹ്യിദ്ദീൻ കാവലിലേകല്ലാഹ്. ചുട്ടുപഴുത്ത മഹ്ശറിന്റെ നിൽപ്പിങ്ങനെ നിൽക്കുമ്പോൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാവല് കൊണ്ടല്ലാഹ്. ഇത്തരത്തിലുള്ള ധാരാളം വരികളാണ്, വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഏതെടുത്ത് നോക്കിയാലും അബദ്ധങ്ങളുടെ മാലപ്പടക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല കലാം അല്ലാഹുവിന്റെ കലാമാണ്. സംസാരം ഏറ്റവും നല്ല ചര്യയോ ഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ചര്യയാണ് ഉത്തമമായ ചര്യ. ആ പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം നന്മയാണ്. ആ നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഖൈറ് സ്വീകരിക്കലാണ് നമ്മുടെ മാനദണ്ഡം. നബിതങ്ങൾ അവിടുന്ന് പ്രത്യേകം പഠിപ്പിച്ചു, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഓരോ കാര്യങ്ങളും പറയാം. ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു. നമ്മൾ ഖബർ സന്ദർശനം ഉള്ളവർ തന്നെയാണ്. പക്ഷേ നമ്മളെ മക്കാമിൽ കാണാനില്ല, നമ്മളെ ദർഗയിൽ കാണാനില്ല, നമ്മളെ ഉറൂസിൽ കാണാനില്ല. അപ്പൊ അവർ പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് സിയാറത്തില്ല. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. എന്നാൽ നബി എന്താ പഠിപ്പിച്ചത്? ലാ തത്തഖിദൂ ഖബരി ഈദാ. നിങ്ങൾ എൻ്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കരുത്. ഖബർ സിയാറത്ത് ചെയ്യണം, മരണത്തെ ഓർക്കണം, പരലോകത്തെ ഓർക്കണം. ഖബർ ആഘോഷ കേന്ദ്രമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരു വിഗ്രഹമാക്കി മാറ്റരുത്, ഒരു ആരാധന വസ്തുവാക്കി മാറ്റരുത് റബ്ബേ. നബിനെ പറ്റിയാണ് നബി പ്രാർത്ഥിക്കുന്നത്. ആ കൊളുത്ത് കാക്കരുത്. മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് നബി തങ്ങൾ പറയാണ്,
അവിടുന്ന് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അവരുടെ അമ്പിയാക്കന്മാര് മരിച്ചാൽ അവർ അവിടെ മസാജിദുകളാക്കി സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. അമ്പിയാക്കന്മാരുടെ ഖബർ പോലും ആരാധിക്കാൻ പാടില്ല. നിങ്ങളത് ചെയ്യരുത്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹു ഫമാത്, ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ ബനൗ വലാ ഖബ്രിഹി മസ്ജിദ, അവരുടെ ഖബറുകൾ എടുപ്പുണ്ടാക്കി ഉയർത്തി കെട്ടും. വസവ്വറു ഫീഹി തിൽക സുവറ, അതുപോലെ തന്നെ അവിടെ ചിത്രങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഏറ്റവും ശർറായ മനുഷ്യന്മാർ അവരായിരിക്കും. അപ്പോൾ ഈ പണികൾ ചെയ്യരുത് എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ നമ്മുടെ നാട്ടിലെ പള്ളികളിലേക്ക് അല്ലെങ്കിൽ മക്കാമുകളിലേക്ക് ദർഗകളിലേക്ക് പോണത് ഖബർ സിയാറത്ത് പറഞ്ഞിട്ടാണ് പോണത്. ഭീമാപള്ളി ഉമ്മച്ചി മുതലിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാൽ ഉള്ളാളത്തെ സയ്യിദ് മദനി വരെയുള്ള കേരളത്തിലെ നൂറുകണക്കിന് ദർഗകൾ അല്ലേ, ഇന്ത്യയിൽ മാത്രം 4600-ലേറെ ദർഗകളുണ്ട്, മക്കാമുകൾ ഇന്ത്യയിൽ. അതിൽ കേരളത്തിൽ എത്ര ഉണ്ട്? ധാരാളമുണ്ട്. ആരാ അവിടെ പോണോര്? ഈ പറഞ്ഞ ഈ വിശ്വാസം അർപ്പിച്ച് രോഗം മാറാൻ, കടമ്പ് ഇടാൻ, പ്രയാസം മാറാൻ നേരെ പോണത് ഇവിടുക്കാണ്. നേരത്തെ ഖുർആൻ പഠിപ്പിച്ചതൊക്കെ നേരെ തിരിച്ചാണ്. ഖബർ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയാണ് സ്വഹാബത്ത്. ഖബർ അവരെ വരാതെ പരലോകം ചിന്തിപ്പിക്കുകയാണ്, മനസ്സ് അലിയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഖബർ സിയാറത്തിന്റെ പേരിൽ നടക്കുന്ന ഉറൂസുകളിൽ ആനയിളകുകയാണ്. അമ്പാരികളുണ്ട്, ചണ്ടമേളങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, കെട്ടിഘോഷങ്ങളുണ്ട്, വലിയ ആഘോഷങ്ങൾ നടക്കാണ് ഖബറിന്റെ ചാരത്ത്. ഖബറിന്റെ സിയാറത്തിന് ആന, അതിനെന്തിനാ ബാൻഡ് മേളം, അതിനെന്തിനാ ഗാനമേള? ഇത് അതിന്റെ സ്ഥലമാണോ? ഇല്ല. ഖബർ എന്ന് പറയുന്നത് മനുഷ്യാതിന്റെ പരലോകത്തെ ഒന്നാമത്തെ വീടാണ്. ആ ബോധം നമുക്കുണ്ടാവണം. എന്ന് മാത്രമല്ല, ഈ മരണപ്പെട്ട മനുഷ്യരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ വല്ല കാര്യവുമുണ്ടോ? ഉണ്ടെന്നാണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത്. ഇവരുടെ പ്രിയപ്പെട്ട നേതാവ് എൻ അലി മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വച്ചിരിക്കുകയാണ്, മരണാനന്തരം മനുഷ്യന്റെ സർവ്വ കഴിവുകളും നശിക്കുന്നു എന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. മരിച്ച കഴിവൊന്നും തീരൂല, അങ്ങനെ വിശ്വസിക്കുന്നത് മുശ്രിക്കീങ്ങളുടെ വാദമാണ്. എന്നാൽ മരണാനന്തരം മനുഷ്യന്റെ കഴിവ് നശിക്കുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കഴിവ് കൂടാത്രേ. മരിച്ചു എന്ന് കേട്ടോ, കഴിവുകൾ ഇങ്ങനെ കൂടി വരും. വേറൊരു നേതാവ്, ഒരു കാമിൽ സഖാഫി, അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് പേജുകളുടെ തുടക്കം ഹെഡിങ് എന്താണെന്നറിയോ? കഴിവുകൾ മരണശേഷം. മരിച്ചവർ കാണുന്നു, മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നിസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. പിന്നെ മയ്യിത്താന്ന് പറയേണ്ടിയിരുന്നില്ല. ഇതൊക്കെ ചെയ്യുമെങ്കിൽ പിന്നെ ആ മനുഷ്യനെ മരിച്ചു എന്ന് പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവർ ഇതുണ്ട്, ഇത്ര വരെ ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കും. വേറൊരു നേതാവ് നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതി വെക്കുകയാണ്, മരിച്ചുപോയവർക്ക് ഇരിക്കാനും, അദ്ദേഹം എഴുതിയാണ്, മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. ആർക്ക് അപകടം? നിങ്ങൾക്ക് അപകടമാണ്. ആളുണ്ടാവില്ല അവിടെ നിന്നും, ഉറൂസിനും ആൾ വരില്ല. മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. മരിച്ചുപോയാൽ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ തത്വം എന്താണ്? മരിച്ചുപോയവർക്ക് ഇരിക്കാനും നിൽക്കാനും പിടിക്കാനും നോക്കാനും കഴിയും, പരസ്പരം ബന്ധപ്പെടാനും സാധിക്കും. ഫോൺ വിളിക്കുക, ചോദിക്കുക, സുഖല്ലേ, ഇവരൊക്കെ ഞാൻ കല്യാണത്തിന് പോകുക കേട്ടോ. എന്നാ പിന്നെ എന്തിനാണ് ഈ മരിച്ചു എന്ന് പറയുന്നത്? ഇത് മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങൾ അവസ്ഥ ഇതായിരിക്കെങ്കിൽ അറബിയിൽ എഴുതിയത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിനേക്കാൾ മോശമാണ് ഖബർ സിയാറത്തിന്റെ അവസ്ഥയാണ്. ആരാണ് ഖബറിൽ കിടക്കുന്നത്? നബിയാണോ? വലിയാണോ? അവരാണെങ്കിൽ പോലും പറ്റില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഖബറുകളിൽ കിടക്കുന്നതാരാ? കോഴിക്കോട് CM മടവൂരിന്റെ മർക്കസിൽ കിടക്കുന്ന മനുഷ്യനെ പറ്റി എഴുതുന്നു, ചിറ്റടിമേത്തൽ അബൂബക്കർ എന്നായിരുന്നു പേര്. കറാമത്ത് എന്തൊക്കെയാണ്? കറാമത്ത് നമസ്കരിക്കാറില്ലായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞോ? ഈ സ്ഥലത്തേക്കാണ് പോണത്. കുട്ടികളില്ലാത്തവർ വരെ CM മടവൂരിന്റെ മർക്കസിൽ പോയിട്ട് അവിടെ പോയിട്ട് മക്കാമിൽ പോവുകയാണ്. ആ സാധുക്കൾക്ക് അറിയണ്ടോ?
ചിറ്റരിമേത്തൽ അബൂബക്കർ എന്ന ഈ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യനെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് കുട്ടി ഉണ്ടാവുക? ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഈ ഖബറുകളുടെ തുള്ളിച്ചാട്ടങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും പെരുകുമ്പോൾ എത്ര സ്ഥലത്ത് ആന കുത്തേറ്റ് മരിച്ചു എന്ന് പറഞ്ഞ ഉറൂസുകളുടെ കോലം എന്താണ്? പെരുമ്പടപ്പ്, പുത്തമ്പള്ളി, വെളിയങ്കോട് ഭാഗത്ത് മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തൊരു മഖബറയുണ്ട്. മുനമ്പത്ത് ബീവി എന്നാണ് സ്ഥലത്തിന്റെ പേരെന്നെ. ആ ഖബറിൽ ആരാ കിടക്കണെന്ന് നിങ്ങൾക്കറിയോ? അവർ പറയുന്നുണ്ട് മുനമ്പത്ത് ബീവിന്റെ പ്രത്യേകത എന്താ? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല. ഉമ്മമാരെ ശ്രദ്ധിച്ചോക്കി, ഇവിടേക്കാ നമ്മൾ പോണത്. ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയൂല, സ്ഥലം ഏതാന്നറിയില്ല, ആളെ നാട് ഏതാന്നറിയില്ല, അഡ്രസ് അറിയൂല, മുസ്ലിമാണോന്നറിയില്ല. വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ, ഷഹീദ് ഓരൊക്കെ ജീവിച്ച നാട്ടിൽ ജീവിച്ച വ്യക്തിയാണ്. മതിയോ? അത്ര മതിയോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ പോലും പറ്റുമോ? ഇനിയും ഒന്നും കൂടി കടന്നങ്ങോട്ട് പോയാൽ തൊട്ടപ്പുറത്ത് കൊല്ലം ജില്ലയിൽ ഓച്ചിറ ഭാഗത്ത് ചെന്നാൽ ആരാ ഖബറിൽ കിടക്കുന്നത്? മാതൃഭൂമി പത്രത്തിൽ വന്നു, ഓച്ചിറ ദാമോദരൻ യാത്രയായി. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഖബർ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ദാമോദരനൊന്നുമല്ല, ഇത് ഞങ്ങളാളാണ്. അതെങ്ങനെ ആയത്? ഖബർ കിട്ടണം. അപ്പൊ ഖബർ ഉണ്ടാക്കി കെട്ടി പൊക്കി പച്ച പെയിന്റ് അടിച്ചു. ഒരു 150 ഉറുപ്പിന്റെ സിമെന്റ് ചെലവുള്ളൂ. പിന്നെ ഒരു നല്ല ഷാള് മേടിച്ചിട്ടു, ഒരു 10-150 ഉറുപ്പ് അതിന് ചെലവുണ്ടായി. ഒരു നഷ്ടമില്ല, ഫുള്ള് ലാഭല്ലേ. പിന്നെ വലിയൊരു പെട്ടി കൊണ്ടുവച്ചു. സയാമി സിരട്ടകളെ പോലെ എവിടെ മക്കാമുണ്ടോ അവിടെ പെട്ടി ഉണ്ടാകും, എവിടെ പെട്ടിണ്ടോ അവിടെ മക്കാമുണ്ടാവും. നല്ല വരുമാനമായി. പക്ഷേ ആൾക്കാർ കൊണ്ടുവന്ന് പൈസ ഇടണമെങ്കിൽ ദാമോദരൻ എന്നിട്ട പൈസ വീഴൂല. ഉടൻ ഖബറിന്റെ പേര് മാറ്റിയിട്ടു ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നിങ്ങൾ പോയിക്കോളിയും, ഇന്ന് പോയിക്കോളിയും, ഇന്നും അവിടെ ഉണ്ട്.